നടുറോഡിൽ യാത്രക്കാരന്റെ മൂക്കിടിച്ച് തകർത്ത സംഭവത്തിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ നൂർനാട് സ്വദേശി ശ്രീകുമാറിനെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാതയിൽ വൈറ്റിലയ്ക്കും പാലാരിവട്ടത്തിനുമിടയിൽ ഗീതാഞ്ജലി ജംഗ്ഷനിൽ വെച്ചാണ് സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിൽ ഇടപ്പള്ളി സ്വദേശി ഷംഷീർ ഇടപെട്ടത്. ഇതിനിടയിൽ ശ്രീകുമാർ കയ്യിൽ നാണയം ചുരുട്ടിപ്പിടിച്ച് മുഖത്തിടിക്കുകയായിരുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഡാനി, എന്താണ് ഈ യാത്രക്കാരനെ മർദ്ദിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? നവമി, കൊച്ചിയിലെ ഈ നിരത്തുകളിൽ സ്വകാര്യ ബസ്സുകാർ തമ്മിലുള്ള മത്സരോട്ടം, അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, വാഗ്വാദങ്ങൾ, ഇതൊന്നും പുതിയ കാര്യമല്ല. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് കാരണം ഇവരൊരു കയ്യാങ്കൾ, ഏത് സമയവും ആരെയും ആക്രമിക്കുന്ന രീതിയിലേക്കെല്ലാം പലപ്പോഴും ഈ കാര്യങ്ങൾ മാറാറുണ്ട്. ചോദ്യം ചെയ്യുന്നവരെ നടു റോഡിൽ വെച്ച് അടിക്കാൻ പോയ സംഭവങ്ങളുണ്ടാകുന്ന ഇവർ തമ്മിൽ അടിയുണ്ടാക്കും, അതല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നവരോട് അടിയുണ്ടാക്കും. അങ്ങനെ അത് അവരുടെ നിത്യേന സംഭവമായിട്ടൊക്കെ തന്നെയാണ് പലപ്പോഴും കാണുന്നത്. കാരണം ഇതിലൊരു വലിയ ആക്ഷേപം ഉയരുന്നത് പലരും തന്നെ ഈ വണ്ടിയിലെ ജോലി, അതായത് ഡ്രൈവിങ്ങും മറ്റേ ക്ലീനറും കണ്ടക്ടറും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് പല ഗുണ്ടാ സംഘങ്ങൾക്കാണ് എന്നൊരു പറച്ചിൽ പോലും ആ നാട്ടിലുണ്ട്. കാരണം ഇവരുടെ പെരുമാറ്റം ആ രീതിയിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇതിൽ മത്സരയോട്ടം നടു റോഡിൽ, അതായത് എടപ്പള്ളി ബൈപ്പാസ്, എടപ്പള്ളി വൈറ്റില വരെ വരുന്ന ബൈപ്പാസ് റോഡിലാണ് ഗീതാഞ്ജലി ജംഗ്ഷൻ വരുന്ന. അവിടെ വെച്ചാണ് നടു റോഡിൽ വാഹനങ്ങൾ തമ്മിൽ മത്സരയോട്ടം നടത്തി പിന്നീട് അത് അടിയിലേക്ക് പോകുമ്പോൾ അതിൽ വഴിയാത്രക്കാരനായ അല്ലെങ്കിൽ അതിൽ യാത്രക്കാരനായ ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ ചെല്ലുന്നത്. നമ്മളെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ എന്താണെന്ന് തിരക്കി ചെല്ലുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ആളുകൾ ഒരു വിഷയത്തിൽ ഇടപെടാത്തത് എന്നത് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിനുത്തരം. കാരണം അയാളെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇയാളെ കയ്യിലെ ഈ കണ്ടക്ടർമാർ ബസ്സിലെ ഈ വിരലുകൾക്കിടയിൽ ചില്ലറകളൊക്കെ തിരികെ വയ്ക്കുന്ന ശീലങ്ങളുണ്ട്. അവർക്ക് എളുപ്പത്തിൽ എടുത്തു കൊടുക്കാവുന്ന രീതിയിൽ ഇത് കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ആ ചില്ലറകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അയാളുടെ മുഖത്തിടിക്കുകയായിരുന്നു. അയാളുടെ മൂക്കിനും എല്ലാം തന്നെ സാരമായ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാൾ ആ ബസ്സിൻ്റെ ഡോറിനോട് ചേർത്ത് നിർത്തി ഇടിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരാളും അതിനോടെ പിടിച്ചു മാറ്റാനോ ചോദിക്കാനോ ഒന്നും ചെല്ലാത്ത അങ്ങേയറ്റം നിസ്സഹായമായൊരവസ്ഥ കൂടി അവിടെയുണ്ട്. അതുകൂടി നമ്മൾ കാണേണ്ടതാണ്. കാരണം ഒരാളും ഇടപെടാൻ അവനവൻ്റെ കാര്യം നോക്കി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ അഴിഞ്ഞാടാൻ വിടാതെ അടിച്ചമർത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകണം. ബസ് ജീവനക്കാരനാണെന്ന് പറയുന്നു. ബസ് ജീവനക്കാർക്ക് കൃത്യമായ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അവരുടെ കാര്യങ്ങൾ, അവരുടെ ഈ വെരിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അല്ലാതെ ഇങ്ങനെ അഴിഞ്ഞാട്ടത്തിനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരു ബസ് മുതലാളിയോ ആരെങ്കിലും കയറട്ടെ, ജീവനക്കാരൻ കയറട്ടെ എന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കും. ഏതായാലും അയാളെ നമ്മുടെ പോലീസ് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പൊക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കാരണം ഇതിൽ ഇനിയിപ്പോൾ മറ്റ് ജീവനക്കാരുടെ പങ്കും കൂടി അന്വേഷിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാൻ അവർ താഴെ കിടക്കുന്ന ചില്ലറ പെറുക്കാനെല്ലാമാണ് ശ്രമം നടത്തുന്നത്. അതെല്ലാം പെറുക്കിക്കൂട്ടാനാണ് ശ്രമം നടത്തുന്നത്. മറ്റൊന്നും അവിടെ ശ്രമിക്കുന്നില്ല എന്നതാണ്. ഓടി നടന്ന അയാളുടെ സഹായി ചേർന്ന വഴിവക്കിൽ ചിതറിപ്പോയ ചില്ലറ തൂട്ടുകളെല്ലാം തന്നെ തിരിച്ച് പെറുക്കിയെടുക്കുന്നുണ്ട്. അതിനിടയിൽ അവർ തല്ലി വീഴ്ത്തിയ ഒരാൾ കൂടി അവിടെ ബസ്സിൽ ചാരി നിർത്തിയിട്ടുണ്ട്, പാവം. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്ന പോലീസ് നടപടിയെടുത്തിട്ടുണ്ട് എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ കൃത്യമായ രീതിയിൽ ഇടപെടൽ ആ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൽ ഉണ്ടാകണം. കാരണം ഇതുപോലെ ക്രിമിനൽ സംഘങ്ങളെ അഴിഞ്ഞാടാനായിട്ട് വിടരുത്, നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ഇവർക്കെതിരെ നടപടികളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വഴിവക്കിലേക്കും ഇറങ്ങി നിന്നാൽ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ ആക്രോശിച്ച് അലറി വിളിച്ചു പോകുന്ന സ്വകാര്യ ബസ്സുകളുടെ തേർവാഴ്ചയാണ് കൊച്ചി നഗരത്തിൽ പലപ്പോഴും നടക്കുന്നത്. കർശനമായ നടപടികൾ ഇതിലുണ്ടാകേണ്ടതാണ്. നവമി. അതെ, ഡാനി പറഞ്ഞത് തന്നെയാണ്. നമ്മൾ നിരത്തിലിറക്കുമ്പോൾ ദിവസേന നമ്മൾ അനുഭവിക്കുന്നതാണ് ഈ ബസ് ഡ്രൈവർമാർ എത്ര വേഗത്തിലാണ് വാഹനം ഓടിക്കുന്നത്. ഇരുചക്ര വാഹനക്കാരായാലും നടന്ന് യാത്രക്കാരായാലും അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട്, ജീവന് തന്നെ അപകടമുണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്ന അസഭ്യ വർഷവും അല്ലെങ്കിൽ പിന്നീട് ആക്രമിക്കാൻ വരുന്നതും ഒക്കെ സ്ഥിരം കാഴ്ചയാണ്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ പോലീസ് എത്രമാത്രം കാര്യക്ഷമമായി ഇതിലൊക്കെ ഇടപെടുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യവും. കാരണം മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരു നടപടി എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ കൊച്ചി നഗരത്തിൽ എത്രമാത്രമാണ് ഈ കാര്യക്ഷമമായി പോലീസോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പോ ഇതിലൊക്കെ ഇടപെടുന്നത്?
ഒരു രീതിയിലും നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത രീതിയിൽ ഇതിൽ നഗരത്തിൻ്റെ തിരക്കുകളിൽ നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നവമിയും വാഹനം ഓടിക്കുന്ന ഒരാളാണ്. നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അത്തരം അനുഭവങ്ങൾ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ടാകും. കാരണം ഇത് ഇവരെ ഭരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എന്ത് ദാനമായി കിട്ടിയ ഒരിടത്ത് മറ്റുള്ളവർ കൂടി വണ്ടി ഓടിച്ചോട്ടെ എന്നെല്ലാം തന്നെ പറയാം. അവരെ സ്വന്തമായി എടുത്ത് നമ്മൾ നമുക്കെന്തോ സൗകര്യം ചെയ്തു തരുന്ന പോലെയാണ് പലപ്പോഴും പെരുമാറുന്നത്. കാരണം തൊട്ടടുത്ത വാഹനം വന്ന് ഹോണടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഡോറിൽ അടിച്ച പേടിപ്പിക്കുക. ഇരുചക്ര വാഹനങ്ങളെല്ലാം തന്നെ ഈ വഴിമാറി പോയില്ലെങ്കിൽ വലിയ ദുരന്തമാണ്. കാരണം ഇവർ വരുമ്പോൾ തന്നെ ഈ പച്ച വണ്ടിയും നീലയെല്ലാം തന്നെ വരുമ്പോൾ തന്നെയും മാറ്റി ഒതുക്കി കൊടുത്തില്ല, അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഉരയ്ക്കുന്ന അവസ്ഥയിൽ കാറിന് കൊണ്ടുവന്ന് പറ്റിയെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇതെല്ലാം തന്നെ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ പറയുകയാണ്. കാരണം ഇവരെയൊക്കെ നിലക്ക് നിർത്തേണ്ട സമയമുണ്ട്. കാരണം ഒരു പെരുമാറ്റച്ചട്ടം ഇതിൽ കൃത്യമായി കൊണ്ടുവരേണ്ടതാണ്. മറ്റുള്ളവർ കൂടി അവകാശപ്പെട്ടതാണ് ഈ നിരത്തുകളെന്ന പൊതുബോധ്യമെങ്കിലും ഇവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിൽ കളക്ഷൻ ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ഇവരെ അയക്കുന്ന ഒരു കൊട്ടേഷൻ സംഘങ്ങളായിട്ടൊന്നും ഈ തൊഴിലാളി സംഘങ്ങളെ കാണരുത്. അങ്ങനെ നമ്മൾ പൊതുവിൽ അങ്ങനെ കാണുന്നുമില്ല. പക്ഷെ പലരുടെയും പെരുമാറ്റം ഈ രീതിയിലുള്ളതാണ്. അവർക്ക് വളരെ സുരക്ഷിതമായൊരിടത്താണ് ബസ് എന്ന് പറയുമ്പോൾ താരതമ്യേന സുരക്ഷിതമായ ഒരിടമാണ്. കാരണം ഇത്തരം അപകടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഒരു ബസ് ഡ്രൈവർക്കോ ക്ലീനർക്കോ പരിക്ക് പറ്റിയെന്ന കാര്യം. കാരണം അവർ വളരെ സുരക്ഷിതമായൊരിടത്താണ് വരുന്നത്. ബാക്കിയുള്ളവർക്ക് ഈ ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ക്യാമറ സംവിധാനങ്ങളെല്ലാം തന്നെ വന്നത്. കുറച്ചെങ്കിലും അതിൽ ഇവരെ ഒരു ഇളവ് അതിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതൊന്നുമല്ല, ഈ പെരുമാറ്റം അങ്ങേയറ്റം അരോചകമാകുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. പുറത്തുകൂടി വാഹനം ഓടിക്കുന്നവർ അവരെ കൂടി കണക്കിലെടുക്കണം. അവരും ഇവിടെയുള്ളവരാണ് എന്ന ഒരു ബോധ്യവുമില്ലാതെയാണ് പലപ്പോഴും ഇവരൊരു പെരുമാറ്റം എന്നെല്ലാം തന്നെ പറയുമ്പോൾ നിയന്ത്രിക്കേണ്ടവർ നിരത്തുകളിൽ നിയന്ത്രിക്കുക തന്നെ വേണം. അതിലൊരു കോംപ്രമൈസും ആരും ചെയ്യാനും പാടില്ല. നവമി. ഡാനി, ഒപ്പം ഈ മത്സരയോട്ടം പലപ്പോഴും ഈ സമയത്തിന്റെ പേരിലാണ്. നമ്മൾക്കറിയാം, ഇവർ പറയുന്ന ന്യായീകരണം ഞങ്ങൾക്ക് കുറച്ച് സമയമേ ഉള്ളൂ, ആ സമയത്തിൽ ഓടി എത്തണമെന്നാണ്. അതിനിടയിൽ ആർക്കൊക്കെ അപകടം പറ്റിയെന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര മരണപ്പാച്ചിലാണ് ഇവർ നിരത്തിക്കൂടി ഓടുന്നത്. അത് പലതവണ ഗതാഗത വകുപ്പായിക്കോട്ടെ, മോട്ടോർ വാഹന വിഭാഗമായിക്കോട്ടെ, ഇതെല്ലാം പല ആവർത്തി മാധ്യമപ്രവർത്തകരുടെ നമ്മളടക്കം അല്ലെങ്കിൽ സാധാരണക്കാരടക്കം പരാതി പറഞ്ഞിട്ടുണ്ട്, നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം നമ്മുടെ ഗതാഗത വകുപ്പിന് കണ്ടെത്താൻ കഴിയാത്തത്? ഗതാഗത വകുപ്പ് കാര്യക്ഷമമായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് കണ്ടെത്താനാവാത്തത്. കാരണം ഇവരെല്ലാം പറയുന്നു ബസ് വ്യവസായം നഷ്ടത്തിലാണ്, അതുകൊണ്ട് ഇങ്ങനെ ഓടേണ്ടി വരുന്നു. ബസ്സുകൾക്ക് ഒരു കുറവും ഇവിടെയില്ല. ബസ്സുകൾക്ക് ആവശ്യത്തിന് ബസ് കാര്യങ്ങളും എല്ലാം തന്നെ നിരത്തുകളിലേക്ക് എല്ലാം തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ KSRTC വന്ന പ്രിയദർശിനി സംവിധാനം വന്നത് കുറച്ചെങ്കിലും അവർക്ക് കുറവുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. എന്തുകൊണ്ടാണ് ഇതെല്ലാം തന്നെ സർവീസ് നടത്തുന്നുണ്ട്, ഇതെല്ലാം തന്നെ പോകുന്നുണ്ട്, പല റൂട്ടുകളിലും എല്ലാം പോകുന്നുണ്ട്. ഇവരുടെ മത്സരയോട്ടമാണ് അങ്ങേയറ്റം ഈ സമയം എത്തിപ്പിടിച്ച് പോകുന്ന മത്സരയോട്ടം. ഇതൊന്നും ശാസ്ത്രീയമായി ഇതൊന്നും ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ഇത് ആരെയാണ് പരിഹസിക്കുന്നത്? ഇവരെല്ലാം തന്നെ ഇത് മോട്ടോർ വാഹന വകുപ്പും അതിൽ ഇളഭ്യരാകുകയാണ്. കാരണം ഇവർക്കെല്ലാം ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ബസ് വ്യവസായം തന്നെ നിയന്ത്രിച്ചു പോകുന്നു. ഇതിൻ്റെ ഒരു സമയവും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. പറ്റാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ പറ്റില്ല എന്ന് തന്നെ ധരിച്ച് അവർ നിൽക്കുന്നത് കൊണ്ടാണ്. അതിലെല്ലാവരുടെയും അലംഭാവമുണ്ട് കൃത്യമായിട്ട് തന്നെ. ഇതൊരു പെരുമാറ്റച്ചട്ടം അടക്കം പാലിക്കേണ്ടതുണ്ട്. ഒരു ബസ് അതിലെത്ര പേർ ഒരു ദിവസം 100 കണക്കിന് പേർ കയറി ഇറങ്ങുന്ന ഒരു ഇടമാണ്. ഇതിൽ നന്നായി പെരുമാറുന്നവരുണ്ട്, ഒരു സംശയവുമില്ല. അതെല്ലാം നമ്മൾ കോട്ട് ചെയ്യുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ ട്രാഫിക് ഉദ്യോഗസ്ഥർ ഒരു കുട്ടിയുടെ അന്യസംസ്ഥാന ഒരു ഉദ്യോഗാർത്ഥിയുടെ ബാഗ് അടക്കം കണ്ടുപിടിച്ച് അത് നഷ്ടപ്പെട്ട് ബസ്സിനകത്ത് പോയിട്ട് കൃത്യമായി എടുത്തി കൊടുക്കാനായിട്ട് ആ ഉദ്യോഗസ്ഥരെ സഹായിച്ചത് ഈ ബസ്സിലെ ജീവനക്കാരായ സുഹൃത്തുക്കൾ തന്നെയാണ്. അങ്ങനെ നല്ല വശങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അവരെല്ലാം കരുതേക്കാൻ ഇതുപോലുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ട്. അതിൽ അവരെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതാണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ കൃത്യമായ നടപടികളെടുത്തുകൊണ്ട് തന്നെ പോകേണ്ടതാണ്. അഴിഞ്ഞാടാൻ ഇവരെ നിരത്തുകളിൽ അനുവദിക്കുന്നത്. നമ്മൾ തന്നെ എത്രയോ പലവട്ടം കൊച്ചി നഗരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ ജീവനക്കാർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന, തമ്മിൽ തല്ലുന്ന, അത് ചോദിക്കാൻ ചെല്ലുന്ന യാത്രക്കാരോട്
വളരെ മോശമായിട്ട് പെരുമാറുന്ന എത്രയോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. എത്രയോ യാത്രക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരു ടിക്കറ്റിൻ്റെ ബാക്കി ചോദിച്ചാൽ അത് ചോദിക്കാൻ പേടിച്ച് ചോദിച്ച് ചെല്ലുന്ന, ഭിക്ഷയ്ക്ക് ചോദിച്ച് ചെല്ലുന്ന പോലത്തെ അനുഭവങ്ങൾ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ആക്രോശിച്ച് അവർക്ക് കയ്യിലേക്ക് അപ്പോഴും അത് കൊടുക്കാൻ ഇല്ലാത്ത രീതിയിലേക്ക് അവരോട് പെരുമാറുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ഇതിൽ കൃത്യമായ ഒരു പെരുമാറ്റ സംവിധാനങ്ങൾ ഇവർക്കെല്ലാം തന്നെ ഏർപ്പെടുത്തേണ്ടതുമാണ്. നവമി. അതെ, എന്തായാലും ഗതാഗത വകുപ്പ് കുറച്ചുകൂടി ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇടപെടേണ്ടതുണ്ട്. കാരണം നിരത്തിൽ ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടാ വിളയാട്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു യാത്രക്കാരനെയാണ് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത്. ഈ ഗുണ്ട വിളയാട്ടത്തിന് ഒരു അറുതി വന്നേ മതിയാകൂ. യാത്രക്കാരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഈ സ്വകാര്യ ബസ്സുകളെ അതിനെ നിലയ്ക്ക് നിർത്തിയേ മതിയാകൂ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഡാനി പോൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.